അല്ലേ? നമ്മളിതുവരെ ചെയ്യാത്ത രീതിക്ക് വ്ളോഗാണെന്ന് കുറേ ദിവസങ്ങളായി നമ്മൾ മോർണിംഗ് വ്ളോഗ് ജിമ്മിലൊക്കെ കാണിച്ച് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കണം. ഇപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ് കേട്ടോ, നമ്മൾ മോർണിംഗ് വ്ളോഗാണ്. ഇപ്പം എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 4:10 ആയിട്ടില്ല കേട്ടോ. എന്താ കുഴിട്ട് വരല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും 4:10 നെയ്ച്ച് കഴിഞ്ഞ് വെച്ചാൽ പുറപ്പെട്ട് പോകുമ്പോഴേക്കൊക്കെ ഒരു 4:50 ആയിട്ടേ പോകുള്ളൂ കേട്ടോ. ചിലപ്പോൾ കിച്ചു അവൻ്റെ ഇതിന് വരിക വെച്ചാൽ 5 മണിയാകും പോകുമ്പോൾ 5:15 കൊണ്ടുപോകണില്ല. കിച്ചുവിനെ കൊണ്ടുപോകില്ല. ഒരാഴ്ചയായിട്ട് ലീവ്. കിച്ചുവിന് കാല് വേദന ഇതുണ്ട്. അപ്പോൾ നമുക്കത് ഡോക്ടറെ കാണിക്കണം. കാല് വേദന പറഞ്ഞാൽ അങ്ങനെയല്ല, കുറേ ഓടുമ്പോൾ കാല് വേദനിക്കുകയാണ് പറയുക. ചെറുതായിട്ട് വേദനിക്കുക, വലിയ വേദനയ്ക്കാണെങ്കിൽ അപ്പോഴും ഉണ്ടായിരുന്നു ചെറിയൊരു വേദന. അപ്പോൾ എന്തായാലും കുറച്ചായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്തായാലും നല്ല ആശുപത്രി കാണിക്കണം. കാരണം അപ്പോൾ അവനില്ല, അപ്പം ഞങ്ങളേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഒരു ലഘു ഞാൻ കഴിക്കില്ല ഏട്ടൻ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ഏട്ടൻ രാവിലെ ഒരു നേന്ത്രപ്പഴം 2 കോഴിമുട്ട ഒക്കെ കഴിക്കട്ടോ. പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വയറൊക്കെ കളിയിട്ട്. എനിക്ക് എന്താ രാവിലെ നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ മനം പുരട്ടൽ, ഛർദി അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഇവർ കഴിക്കും. അപ്പം നമ്മളില്ലേ പുറപ്പെട്ട് പോകാൻ നോക്കട്ടെ. സമയം 5:15 ആവും. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കൊണ്ട് നേരം വൈകിട്ടോ. എന്താ ക്ലൗഡ് അടി ഫോണെടുത്ത് എന്തൊക്കെ മറക്കണോ. എന്താ തുറക്കാൻ പറ്റില്ലേ? കൂട്ടിയിട്ടില്ലേ? ഇവിടെ ഇന്നലെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഒന്ന് ലൈറ്റ് ഇല്ല അല്ലേ? ഇതാട്ടോ ഞങ്ങളുടെ ജിമ്മ്. കണ്ട എത്തിയിട്ടില്ല. നമ്മളാണ് തുറക്കാറുള്ള ആളുകൾ നമ്മളാണ്. വേറെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും, അപൂർവം ആയിട്ട് ആരെങ്കിലും. തിരക്കില്ലാത്ത സമയം കിട്ടാൻ വേണ്ടി നേരത്തെ വരുന്നതാണ്. അപ്പോൾ നേരം വൈകി 5:30 ആയിട്ടോ. അത് നമ്മൾ 5:50 ആകുമ്പോഴേക്ക് എത്തുന്നതാണ്. എന്തായാലും നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യട്ടെ. പ്രതിനെ കാണിക്കും, പാർട്ട്ണർ അനിയേട്ടൻ്റെ പാർട്ട്ണർ. ഇതിൽ കൃത്യമായിട്ട് ചെയ്യുക ഏട്ടനും. നല്ല മഴയുണ്ടായിരുന്നോ പ്രതി? അങ്ങോട്ട് മഴ പെയ്താ? നല്ല പെയ്താ? നമ്മുടെ അവിടെ അത്യാവശ്യമൊക്കെ മഴ കിട്ടി, പക്ഷെ പെരുമഴ എന്ന് പറയാറായിട്ടില്ല. കോങ്ങാട്ടിക്ക് പെയ്തില്ലേ? ഞാനാണ് കേട്ടോ പിടിക്കണത്. കോങ്ങാട്ടിക്ക് പെയ്തില്ലേ? അതെന്ത് കോങ്ങാടി ഇരിക്കണ്ടായിരിക്കുന്ന? നല്ല ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം നോക്കിട്ട് തന്നെയോ. എന്തായാലും നമുക്ക് മഴ കിട്ടിട്ടോ. നമ്മൾ തുടക്ക സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. തുടക്ക സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പറയും. ഇനിയിപ്പോ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. വെക്കേഷൻ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് 5:10 ഉള്ളിൽ വരും കൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്താ വെച്ചാല് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ട. കുറവാണ്, എന്നാലും കാണാല്ലേ, കുറച്ചുകൂടി തിരക്കുണ്ടാവും. പിന്നെ ഏപ്രിൽ ഫുൾ കണ്ടോ, നല്ല വലിപ്പമുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ വരുമ്പോൾ നമുക്കധികം കൂട്ടുകാരെ കാണാൻ പറ്റില്ല.
ഞങ്ങളൊരു 6:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും. ഇന്ന് ബുധനാഴ്ചയല്ലേ? ഇന്ന് ബുധനാഴ്ചയല്ലേ? ആ, ഇന്ന് സ്കൂള് പൂട്ടിയ ദിവസം. ഇന്നലെ സ്കൂള് പൂട്ടിയില്ലേ കുട്ടികൾക്ക്? ഇന്ന് ലെഗ് അടിക്കാനുള്ള ദിവസമാണ്. തീരെ വയ്ക്കില്ല. ഇന്ന് ലെഗ് അടിക്കാനുള്ള ദിവസം തീരെ വയ്ക്കില്ല അറിയാം. പ്രതിയെ ഈ പട്ടാളച്ചിട്ടുള്ളതാണ് അനിയട്ടൻ. പട്ടാളക്കാരനല്ലേ? എന്തേ ഞാനില്ലേ ഇന്ന് വീഡിയോ എടുക്കണ്ടേ പറയുമ്പോ വേഗം പറഞ്ഞേ ഇന്നൊന്ന് വീഡിയോ എടുക്കണ്ടേ, ഇതൊന്ന് വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ തൊള്ളയിടുമായിരുന്നു രാവിലെ. ഏട്ടൻ ചെയ്തിട്ട് വേണം എനിക്ക് ചെയ്യാന്. നിർത്തിക്കോ, അയ്യോ ആമ്പ് ചെയ്തോ. അതുപോലെ നടക്കുക, ഇഷ്ടമുള്ളടത്തേക്ക് പോവുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. അത് പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ പാടില്ല ആരോ പറഞ്ഞു? അതല്ല പറയുന്നത്, ഒക്കെ ചെയ്യാം. അങ്ങനെയല്ല, എവിടേക്ക് വേണമെങ്കിലും പോവാ. അതല്ല പറഞ്ഞത്. സുകന്യ പറയണ പോലെ ഇന്നലെ കാവശ്ശേരി പൂരത്തിന് പോയപ്പോ ആ മനുഷ്യൻ എന്നെ മാത്രം കൊണ്ടില്ല. കല്യാണം കഴിഞ്ഞോട് ഇതിന്റെ സ്വാതന്ത്ര്യം പോയി പറഞ്ഞിട്ട് ഇന്നലെ തൊള്ളേ. മറ്റേ കണ്ണടക്കെട്ട് വർത്താനം പറയില്ലേ, വീഡിയോ കണ്ടില്ലേ ശ്രീലക്ഷ്മിയാ? അതുപോലെ ആവണ്ടായിരുന്നോ സ്വാതന്ത്ര്യത്തിന്? അവരൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ആൾക്കാർ. മാർക്ക് എന്ത് വീഡിയോ ഉണ്ട് ഇവിടെ. എനിക്ക് ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. നമ്മളെന്തായാലും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പറയില്ലേ കല്യാണം കഴിഞ്ഞ സ്വാതന്ത്ര്യം പോയി, സമാധാനം പോയി എന്ന്. അല്ലേ വിനോട്ടാ? എൻ്റെ എല്ലാ പൊന്നാരത്തിനും നിൽക്കുന്നത് എന്ന് എത്തട്ടെ അല്ലേ? വിനോട്ടൻ നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വിനോട്ടൻ്റെ ഷോപ്പിൽ വന്നിട്ട് നമ്മള് TVS എടുത്ത കഴിഞ്ഞ ഏതാ ഓണത്തിന്, എന്തിനടുത്ത്? അതെ, ഓണത്തിനടുത്ത് സെറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊരു TVS എടുക്കുന്ന എന്താ ഏതാണ് വണ്ടി, ഒരു ജൂപ്പിറ്റർ എടുക്കുന്ന വീഡിയോ എടുത്തില്ലേ? എൻ്റെ മുതലാളിയുണ്ട് ഈ ഇരിക്കുന്നത്, നോക്കണ്ട, TVSന്റെ മുതലാളിയാണ്. അമ്മൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് എടുക്കും. ഞാൻ വീഡിയോ എടുക്കില്ലല്ലോ. വിനോട്ടിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിനോട്ടിനെ വർത്തിക്കലാണ് എൻ്റെ ഒരു പണിയിലേ. വർത്താനം പറഞ്ഞിട്ട് അനിയേട്ടൻ പറയും നിനക്ക് മസിൽ വരിക വായയിലാണ് വിനോട്ടിട്ട് വർത്താനം പറഞ്ഞിട്ട്. അതെ, ചേച്ചിക്ക് അറിയാലോ അല്ലേ നമ്മള് വീഡിയോ എടുക്കുന്നത്. തുടങ്ങല്ലേ, എന്താ ഇരിക്കണത് വിനോട്ടാ? പോര് പോര്, നടക്ക് നടക്ക്. മടി പിടിച്ചു കഴിഞ്ഞാലേ മടി എന്നെ പിടിക്കും. മതിയോ? നിങ്ങളുടെ പിന്നാലെ ഞാൻ അടുത്താളെത്തി. ഒരു വീഡിയോയിൽ പെടട്ടെ, കെട്ടിയോള് കാണട്ടെ. എന്നിട്ട് ഓരോരുത്തർ വന്നു, റോയൽ നാസർക്കാണ് അതിന് പറയണേ വീഡിയോ കെട്ടിയോള് കാണട്ടേന്ന്. വിനോ വർക്കൗട്ട് ചെയ്തോ? അല്ലെങ്കിൽ നാളെ വീഡിയോ കാണുന്നവരൊക്കെ പറയും അവിടെ രാവിലെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ബലൂണ് വേലയെന്ന്. വീഡിയോ എടുക്കുമ്പോ നല്ല വർക്കൗട്ട് ചെയ്തോ? പിന്നെ ഒന്നില്ല ഉയരം കൂടി വെച്ചത്. ബേക്കിൽ വന്നെടുക്കണോ? ഇപ്പൊ വീണേനെ. ഇന്നത് കാരണം പാട്ട് വെക്കാനും കൂടി പറ്റില്ലല്ലോ വിനോട്ടാ.
ആവട്ടെ ആവട്ടെ. ആവട്ടെ. വേറെ ഇതിലുള്ളൊരു എന്താ മാമേനെ കണ്ടു വന്നു. എന്താണ് ജിമ്മിലുള്ള മാമ? എൻ്റെ മോള് പറയും എല്ലാമായ ട്രെയിനർ ഫയാസ്. ഇത് അതെ, ചായയൊക്കെ കൊണ്ടുവരുമ്പോണ്ടെങ്കിൽ അതിൽ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുന്നേക്കുക. കാണുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ടാവില്ലേ? സുഖല്ലേ? നല്ല വേദന ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇതെങ്ങനെ എടുക്കുമ്പോൾ നല്ല സുഖമാണ്. എത്രണ്ടായി പ്രതി? ഞാൻ എണ്ണിയില്ല. അതാണ് ആ സുഖം കൂടെ ഉണ്ടാ. കാല വേനിക്കുണ്ട്, കയ്യെല്ലാം വേനിക്കുണ്ട്, കാലിന്റെ ഉണ്ടല്ലേ? ഇവിടുന്ന് നോക്കിയോക്ക്. ഇത് രണ്ടെണ്ണല്ലേ ഉള്ളൂ? ലെഗല്ലേ? ഇന്ന് വേറെ ഇല്ലല്ലോ, ഇന്ന് ആപ്സ് അടിച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി. വീഡിയോ എടുക്കുമ്പോഴേക്കും അത് മറന്നുപോയി. സൈക്കിൾ കെട്ടിയ വയറിന് ഇത് വർത്താനം പറഞ്ഞ വയറ് പോവുക വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? വയറിൽ അറിഞ്ഞിട്ട് ചിലപ്പോ വയറിൽ വല്ല പാടും വരും, അല്ലാണ്ടൊന്നും സംഭവിക്കില്ല. എന്നെ കുറച്ച് പൊക്കി പറയാം. 3 റിസർവ് ബാങ്ക് കൊച്ചിയിൽ തുടങ്ങാൻ പോകണം. നമുക്കൊരു കൂസലില്ല കണ്ടോ അല്ലേ? നിസ്സാരല്ലേ? കഴിഞ്ഞില്ലേ? വേഗം നോക്ക, എന്താണ് കാണിക്കുന്നത്? നാളെ ബാങ്ക് പോകുമ്പോ ചോദിക്കട്ടോ, ബാംഗ്ലൂരൊക്കെ രാവിലെ എന്താ പണിയില്ലേന്ന്. അടുത്താള് നിങ്ങളുടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറണത്. നിങ്ങളുടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറണം കയറിയാ. ആ പിന്നെ ആരാ? ബാ 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 ബാ. വെള്ളം കൂടി ഇല്ല ചേട്ടനെ. ആരാ അവിടെ കടന്ന് തിരിയണം? വിനു. ഇന്നെന്താ വിനു നടക്കൂടുന്നു? വിനു ഇന്നെന്താ നടക്കണമില്ലേ? മൊത്തത്തിൽ മടിയനാണല്ലെന്ന്. ഞാൻ വിടില്ല കേട്ടോ, മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ വരും. ആ റെസ്റ്റൊന്നും പറ്റില്ല എല്ലാവർക്കും പോലെ. ഇത് നല്ല വർക്കൗട്ട് ചെയ്യണം. ഇല്ല, നമ്മുടെ മക്കളുടെ സ്കൂൾ ഇതാണ്, MNKM ഗവൺമെൻറ് ഹൈസ്കൂള്. ഇവിടെ നോക്കിയാൽ കാണില്ല കേട്ടോ, അതിൻ്റെ ആ ഭാഗമാണ്, അതിലാണ് അച്ഛൻ. അതിൻ്റെ മേലെ വലുത് വേറുണ്ട്, അതായത് അവിടെ +2 ഈ ഭാഗത്ത്. അത് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ അവിടെ. പിന്നെ മേലത്തെ ബിൽഡിംഗ് ഇവിടെ നോക്കി കാണില്ല. പൊടിയരിയും കൊണ്ട് 20 ഇട്ടിച്ച് അടിക്കണ പറയാ. മാവും കട്ടൻ ചായ
എന്താണ് തല്ലാൻ പോവാണ്? ക്യാരറ്റ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ഇവര് കഴിഞ്ഞാ ഇല്ല കഴിഞ്ഞില്ലേ? എന്നത് പിടിച്ച ഓ ഓ ആയി ഓ ഇതിനൊക്കെ കാരണക്കാരൻ ബിബിയാണ് പറയുന്ന വീഡിയോയില്. ആയാ വെയിറ്റ് ഇട്ടില്ല ഇട്. ഇനി വേണോ? ഇതിലാകെ 2 ഇട്ടുള്ളൂ. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വേഗലിട്ടില്ലല്ലോ. ഒരു 10 എടുത്തില്ലേ? ഇതാ ബാഗിലിട്ടാ ഇവിടെ ഒരു 200 ആക്കാ. അതെ 200 കെട്ടാൻ അടിക്കാൻ അല്ലാണ്ട് എന്താണ്? മതിയോ? അപ്പൊ ഇവിടെ വേണ്ടേ? ആ അവിടെയും വേണേ. നാളെ നടക്കണ്ടേ? പിന്നെ നമ്മള് അടിക്കണ വെയിറ്റിൽ കേറിയിട്ടില്ല. 120 വരെ അല്ലേ? 180 വരെ അടിച്ചിട്ടുണ്ട്. ഇനി വേണോ 2 കൂടി? അപ്പൊ അതിന്റെ ഉള്ളിലുള്ളതോ? ബാക്കിൽ കയറ്റിക്കോണക്ക്. ഒന്ന് അനങ്ങ വെക്കില് കുറച്ച് കഴിയുമ്പോഴേക്ക്. നാളെ ലീവില്ല. എന്തൊക്കെ നമ്മള് ആദ്യമായിട്ട് ലെഗ് അടിക്കുന്നതാ? നിങ്ങൾക്ക് എത്ര പേടിയാ? ഇവര് 180 വരെ അടിക്കുന്നതാണേ. ഞങ്ങളുടെ കഴിഞ്ഞോട്ടെ, ഞങ്ങളുടെ കാണിക്കാൻ പറ്റില്ല അല്ലേ? നിങ്ങളൊന്നും പേടിക്കണ്ട. വന്നു കണ്ടോ? അല്ലെങ്കിൽ പിന്നെ വിവീനെ പോലെ അങ്ങനെ നടക്കണം. കണ്ടോ മനസ്സ് മടുപ്പിക്കുന്നത്? അവര് ചെയ്തോട്ടെ. ആ കണ്ടോ, ഇത്രയും മണ്ണുണ്ടായിരുന്നു കേട്ടോ. വർക്കൗട്ട് അങ്ങനെയാണോ പറയണ്ടേ? നോക്കി ചെയ്യണ്ടല്ലോ അല്ലേ? അതാട്ടോ മോത്തിക്കും കൂടി നോക്കണില്ല. അതെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും കേട്ടോ. കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും പറയാ. ഏട്ടാ ഭാവങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. കാൽക്കുലേറ്റർ കണക്കൂട്ടേണ്ടി വരും പോലെ. അങ്ങോട്ട് നോക്കണ്ട, വർക്കൗട്ട് വേണ്ട. നേരെ വെളുത്തല്ലേ? അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ സമയം പോകൂല്ലേ? വീഡിയോ എടുക്കുമ്പോൾ സമയം പോകും. മണിക്കൂർ ചെയ്യണല്ലേ? ഇന്നെന്താണെന്നറിയോ? സമാധാനം. സ്കൂൾ കൂട്ടിയല്ലോ, മക്കൾ എന്തായാലും നീക്കാൻ നേരം വഴുകും അല്ലേ? അവിടെ അല്ലേ ആ ലൈറ്റ് കാണാൻ നല്ല രസമല്ലേ? നമ്മൾ ഇതേപോലത്തെ ലൈറ്റ് അല്ലേ വീടിന്റെ അല്ലേ? ഇതേപോലത്തെ ലൈറ്റ് നമ്മുടെ സ്റ്റെപ്പിന്റെ ആ സൈഡിൽ വെക്കണം വിചാരിച്ചാലേട്ടാ. കഴിഞ്ഞില്ലേ? ഒന്നുകൂടി ഉണ്ട്. എന്ത് കഴിഞ്ഞു? ഓ അത് ഒരു
നമ്മുടെ ഇവിടെ ഈ സമയത്തൊക്കെ നല്ല പാട്ട് വെക്കേണ്ട സമയമാണ് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വരും. ഒരു വല്ലാത്ത നിശബ്ദത അല്ലേ? വല്ലാത്ത നിശബ്ദത. എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഉണ്ട്, പാടുക. ഇനി പാടും കൂടി ഉണ്ട് തിരുവാതിരക്കളിൽ ചില ഇന്നെല്ലാവരും ചിലപ്പോ സമാധാനത്തോടെ ഇരിക്കും. സ്കൂളൊക്കെ പൂട്ടിയ സമയല്ലേ. ഇപ്പൊ 2 ദിവസം സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ വിചാരിക്കുന്നത്. എന്നാൽ ആർക്കും ദാഹമൊന്നുമില്ല, വെള്ളമൊന്നും വേണ്ട. ഇവിടെ നിന്നില്ലേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ നല്ല പച്ചപ്പും നല്ല വ്യൂ ഇട്ടിട്ടോ. രാവിലെ നല്ല രസമായിട്ട് അവിടെ കാണാൻ. ആ കാണുന്നത് നമ്മുടെ അമ്മൂൻ്റെയും അച്ഛൻ്റെയൊക്കെ സ്കൂളാണ്. എന്തായാലും ബുദ്ധിമുട്ട്. അങ്ങോട്ട് എടുത്തേക്കുക, ഇങ്ങോട്ട് എടുത്തേക്കുക. കഴിഞ്ഞ ആഴ്ച ലേക്ക് അടിച്ചില്ല അല്ലേ? അന്ന് ലീവായില്ലേ? അന്ന് ഞങ്ങൾക്ക് ലീവായില്ലേ? ഏയ് അപ്പോഴേക്ക് പോകാൻ തിരക്കായോ? കഴിഞ്ഞിട്ടില്ലേ? ഈ എന്തൊക്കെ കണ്ട് ഓ 7 കേട്ടോ. ഒന്നാണ്ടേ എത്ര പെട്ടെന്ന് വെയിറ്റ് ഉണ്ട് കേട്ടാ. വെയിറ്റ് ഇടണേ. 2 മതി പോരെ. സിന്ധു ഞായറാഴ്ച വേണ്ട പറയുന്നത് എന്താണെന്നറിയോ? ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവില്ലേ? വീന് ഫുള്ള് നടത്തുന്നതിന് പിന്നീട്ടോ എൻ്റെ കണ്ണ് തെറ്റുമ്പോഴേക്ക് നീ നടക്കുകയല്ല. അല്ല ശിഷ്യ കളിക്കുന്ന കളി കണ്ടില്ലേ? നല്ല വെയിറ്റ് ഒക്കെ എടുത്തിട്ടില്ല. നാളെ വരണ്ടാ. സിന്ധുവിൻ്റെ 3 കഴിഞ്ഞില്ലേ? ഇത് വെയിറ്റ് പോരെ? വെയിറ്റ് കൂടുതലല്ലേ? എന്താ നമുക്ക് ലാസ്റ്റിൽ വിവീനെ കൊണ്ട് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കുന്ന കാണിക്കാം കേട്ടാ. അല്ലേ പ്രതി? നമ്മളിടുന്ന വെയിറ്റ് കൊണ്ട് 10 പ്രാവശ്യം ആരാധകർ കൂടും. പിന്നെ ശരീരത്തിന് എഫക്റ്റ് കിട്ടണ്ടേ അല്ലേ? അടുത്തുള്ള ബോൾ ഇന്നലെ ഇരുന്ന ആ ബോൾ അതിന്റെ സൈസ് കണ്ടിച്ചത് ആ വലിപ്പുണ്ടായിരുന്നു.
എനിക്കടുത്ത് വയ്ക്കല്ലേ? ഒരു തൊഴിലില്ല അവിടെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പാവം. ഇനി തടി കുറക്കരുത് കേട്ടോ. ഏട്ടാ ഞാൻ ചെയ്യട്ടെ? എണ്ണ മാത്രം കയറില്ലല്ലേ? കഴിഞ്ഞു. ആശാനേ നിങ്ങൾ വായോ, പോകുമ്പോഴേക്കൊന്ന് പരിചയപ്പെടുത്തേലും വേണ്ടേ? ഇങ്ങനെ കണക്ക് നോക്കിയല്ല. ആ ശിശു ആ ഇനി എണ്ണീട്ട് ഇങ്ങനെ കേട്ടാ. ഞാൻ തരാം ബാ. തായോ എന്തിനാ എനിക്ക് എടുക്കാനാണ്. അതെ ഏതായാലും നോക്കി നടക്കല്ലേ, വേറെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന്. അത് കണ്ടപ്പോ അത് ആര് കൊടുക്കേണ്ടത് ഇവിടെ? വിനോദിനെ. വിനെന്താ കെട്ടുപടഞ്ഞ് കിടക്കണത്? വിന വിനു വേണ്ട. എന്താ കെട്ടുപടഞ്ഞ് കിടക്കുന്നത്? വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ നല്ല സുഖമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ആശാൻ കേട്ടോ. നമ്മുടെ ആദ്യക്ഷരം പറഞ്ഞ ആശാനാണ്. ഞാൻ ആ അതാ മൂപ്പരെ ശിഷ്യനെ. മൂപ്പർക്കാണ് റിസർവ് ബാങ്ക് 3 എണ്ണൊക്കെ ഉള്ളത് അല്ലേ? പാലക്കാട് പിന്നെ എവിടെ കടമ്പഴിപ്പുറത്ത് 3ാമത്തെ തുറക്കാൻ പോണു. എന്താ ചെയ്യല്ലേ? മൊച്ചിത്താറ ജംഗ്ഷൻ. നീ ഇല്ലേ സിന്ധൂരം കൂടിയില്ലേ? കഴിഞ്ഞോ? ആ ഇത് 2.5 പ്രതി, ഇത് 2.5. ആ ഇത് വേണ്ട. ഈശിത്തരം വെഞ്ചാമരം വേണോ? രസം കേട്ടാ അല്ലേ? വെയിറ്റ് ഉണ്ടല്ലേ ഇതിന്? വയർത്തു കണ്ട, നമ്മള് വയർത്തു അല്ലേ? ലെഗ് അടിക്കുമ്പോൾ അങ്ങനെ അടിക്കണേ. വെറുതെ പോകുമ്പല്ലേ സൂപ്പറായിട്ട് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ തമ്പി കൂടെ ഒറ്റ നിരങ്ങല് ചവിട്ടി താഴെ കിട്ടാ മതി. അവിടെ നിന്ന് എണീറ്റ് പോയ പോരെ. സ്റ്റെപ്പൊന്നും ഇറങ്ങണ്ട. തൊട്ട് നിറകിൽ വെക്കാറ് ഒറ്റ ചവിട്ടല്ലേ? ഓ സ്ഥാനം കണ്ടതൊക്കെ ഉണ്ട്. അതൊന്നും ആരും കുറച്ച് കളഞ്ഞിട്ടില്ല. പാലക്കാട് അതാ മെഷീൻ വെച്ചിട്ടില്ലേ ചെയ്യുന്നതില്ലേ? അങ്ങനെയുണ്ടോ? കമ്പിയിൽ കട്ടിയൊക്കെ ഉണ്ടോ? വിനോട്ടിന് അടുത്ത പരിപാടിക്ക് പോകണ്ട കേട്ടോ. കുഴക്കിണറ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നിൽക്കുക, നിന്നിട്ട് മാല ഇതിനകത്ത് തൊട്ട് നോക്കിയിടുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അനങ്ങാതിരിക്കുന്നതല്ലേ, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്താമസുണ്ടെങ്കിൽ തനിയെ. ആ മറ്റേ സാധനം അങ്ങനെ തന്നെ ഇത്. അങ്ങനെ ഒരു ഇതുണ്ട്. ഓ അങ്ങനെയുണ്ടോ? എന്നോട് എല്ലാം ചോദിക്കും. അതിന് ശേഷം സത്യം നമ്മുടെ കുറവുകൾ നമുക്കറിയണല്ലേ? 2.5 കൊണ്ട് കളിക്കണ് കുട്ടിയല്ലേ, കുഞ്ഞി കുട്ടി. ചിരിക്കില്ല, അവരോട് പിടിച്ചു നിർത്തണുണ്ട് കണ്ടോ? ഏ 2.5 കൊണ്ട് കളിക്കണേന്ന് ഓടാനും കൂടി പറ്റില്ല കേട്ടോ. എറിയരുത് കൊണ്ട് അറിയ 2.5 കേട്ടോ, 5 ആണ്. 5 5 5 10. എന്നാലും ഇങ്ങനെ കടന്നില്ലേ നോക്കിയേക്കാ. തന്നെ മസിൽ നോക്കി കാണിക്ക്. അത് ഏട്ടത് 916 ആണ് അല്ലേ? പോരെ
അതിനോട്ടോ യോഗ അടക്കം ചെയ്തു അറിയോ? ഇതെപ്പോ ചെയ്യും? കഴിഞ്ഞു. ഓ ഇന്ന് നേരം വൈകി വീഡിയോ എടുക്കൊണ്ട് സമയം പോയി. അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ 180 വരെയൊക്കെ ചെയ്യുന്നു. വരെയൊക്കെ അവർ ചെയ്യും. ഞാൻ ചെയ്യില്ല കേട്ടോ. ഇല്ല. നിങ്ങളുടെ അന്നത്തെ അത് കണ്ടിട്ട് സുമേഷിന് അവരെ കണ്ടു ഞങ്ങള് എവിടുന്ന് കോങ്ങാട്ടുന്ന് ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് മാറി മണ്ണാർക്കാടായിരുന്നു. നന്നായി അല്ലേ? എനിക്ക് അവിടെ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ പറ്റുന്നുള്ളൂ. ചെണ്ടുമല്ലി എങ്ങനെ ഉണ്ടായിക്കണു പറഞ്ഞിട്ടാ? ഇതൊക്കെയാണ് നമ്മുടെ ജിമ്മിന്റെ വിശേഷങ്ങള്. ചെണ്ടുമല്ലി ഫിൽറ്റർ ഉണ്ട്. ആശ എന്ത് കണക്ക് നോക്കണ തിരക്ക് തന്നെയല്ല. ലാഭം കൊണ്ട് എവിടെ പോട്ടുണ്ടല്ലേ ഒക്കെ ശരിയാവുന്നത്. ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ തുടങ്ങിയില്ലേ, നോമ്പിന്റെ സമയം കൊണ്ടാണ്. അതെ ഇത് എന്തിന്റെ ഗുളിക? ഇത് ശരിയോ? ഈ മാസം എല്ലാ ക്ഷീണവും മാറും. ഒക്കെ മാറട്ടെ. തന്നെയാണ് നമ്മുടെ സ്കൂള്. ഇതാണ് നമ്മുടെ അമ്മ അച്ഛൻ നേരെ കാണുന്നു. വെളിച്ചത്തിൽ നേരെ കാണുന്നു. കണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ പഴമുള്ള ഒരു സംഭവം ഈ ഒരു സ്കൂളിലെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതെ അതെ. 97 ഫസ്റ്റ് +2 ബാച്ച് ഈ സ്കൂളിലെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ആദ്യത്തെ പീരീഡിൽ രാജീവ് സാർ എന്നെ പുറത്താക്കിയ റെക്കോർഡ് എനിക്ക് മാത്രമാണ്. അത്രയ്ക്ക് ഉണ്ടായിരുന്നോ നല്ല സ്വഭാവം? ആ മാഷിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കൊല്ലത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ടേ. നമുക്ക് 9ാം ക്ലാസ് ഇതിലായിരുന്നു. ഞങ്ങൾ 8ൽ ആദ്യം ഇവിടെ ആയിരുന്നു. നമുക്ക് 9ൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ വേണ്ട ഇത് ഓ ഇറങ്ങാന്ന് വയ്യുന്നു. ഓ ശരി ശരി ശരി. സ്കൂളിന്റെ മുമ്പിലുള്ള കടലാസ് പോയി. പിന്നെ ഓ ഇതാണ് നമ്മുടെ ജിമ്മിന്റെ ഫ്രണ്ട്. വന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാണിച്ചൊന്നും മനസ്സിലായില്ല. ഇട്ടല്ലേ അതാ സ്കൂളിന്റെ ഫ്രണ്ട് വശം. എന്താ മണ്ണിൽ നാരായണ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, MNKM ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്ങനത്തെ. എല്ലാവരും ചോദിച്ചിരുന്നു പണ്ട് MNKM സ്പെല്ലിംഗ് ചോദിച്ചിട്ട് അറിഞ്ഞാലേ ഫുൾ ഫോം ചോദിക്കുമ്പോഴേ സ്പെല്ലിംഗ് അല്ല ഫുൾ ഫോം ചോദിക്കുമ്പോഴേ അല്ലേ നമ്മളെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അതിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മള് നോക്കണ്ടേ, നമുക്ക് അതിനൊക്കെ സമയം കിട്ടണ്ടേ. ഈ ഇപ്പൊ പഠിക്കേണ്ട തിരക്കില്ലേ ഒന്നും ഓർത്തില്ല അല്ലേ? പഠിക്കണ തിരക്കില്ലേ അതിന്റെ ഫുൾ ഫോം ഒന്നും ശ്രദ്ധിക്കുന്ന സമയം കിട്ടിയില്ല. അറിയാം. അതാ ഉമ്മനരി കാണിച്ചു കൊടുക്കും, നമ്മുടെ ഉമ്മനരി. അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ്. ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പൊ നാളെ കാണാം.